കത്തുനിന്ന് കഴിച്ചതാണോ എന്റെ ഉപ്പാക്ക്, എന്റെ ഉമ്മാക്ക്, അല്ലെങ്കിൽ എനക്ക്, എന്റെ വൈഫിന്, അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും കടണ്ടോ? ആ കടത്തുനിന്ന് കഴിച്ചലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ ഇരുന്ന് കാണുമെന്നുള്ളത് എനിക്കറിയാം. എടാ, കടത്തുനിന്ന് കഴിച്ചലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ മനസ്സ് നന്നാക്കണം. കാരണം നീ പണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഒരുപാട് തെറ്റുകൾ നിന്നോട് പറ്റിപ്പോയിട്ടുണ്ട് അറിയാതെ. നീ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് അറിയാതെ നീ എന്തെങ്കിലും കൃത്രിമം നടത്തിപ്പോയിട്ടുണ്ടോ? അളവിലോ തൂക്കത്തിലോ എന്തെങ്കിലും ഒരു കൃത്രിമം നടത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ദുനിയാവെന്ന് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസാബിന്റെ മുകളിൽ ഒരുപാട് പിഴവുകൾ എന്റെ മുകളിൽ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പൊരുത്തപ്പെടിപ്പിച്ച് ഞാൻ പടച്ചോനിലേക്ക് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങി. കാരണം എന്റെ കൂടെ ആരും ഉണ്ടായിട്ടില്ല. എന്റെ കൂടെ കടത്തുനിന്ന് റീകവർ ആവാൻ എന്റെ വൈഫ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സുബഹി നിസ്കാരത്തിന് അവളെ വിളിക്കുന്ന സമയത്ത്, അവളെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല തേജസ്സുള്ള മുഖവും അതുപോലെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി ചുവന്ന കളറായിരിക്കും. കാരണം തഹജ്ജുദിൽ എനിക്ക് വേണ്ടിയിട്ട്, എന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഓൾ കിടന്ന് കരയുന്നത് ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. പടച്ചോനിലേക്ക് അടുക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു വിജയവും ഉണ്ടാവില്ല. എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഈ എന്താണ് പടച്ചോനിലേക്ക് ഇത്ര അടുക്കാൻ കാരണം എന്നുള്ളത്. പടച്ചോനിലേക്ക് അടുക്കാനുള്ള കാരണം എന്താണെന്നല്ലത് അറിയാം. ഞാൻ ആർഭാടമായിട്ട് നടന്ന സമയം ഉണ്ടായിരുന്നു. പണത്തിന് പണം, എല്ലാം ഒരു കൈ നടച്ചാല് എന്റെ മുമ്പിൽ വരാത്ത സാധനങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനത്തെ ഞാൻ എങ്ങനെ പടച്ചോനിലേക്ക് അടുത്തെന്ന് പറയുന്നതിന്റെ കാരണം വെച്ചാല് എനിക്ക് പടച്ചോനൊരു അടി തന്നു. ഞാൻ എന്റെ ജീവന് പോലെ സ്നേഹിച്ച എന്റെ ഒരാളിനെ പറ്റിച്ചു പോയ സമയത്ത്, ഭീമമായ ഒരു തുക എന്റെ തലയിൽ വീണ സമയത്ത് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊക്കെ പൈസ തന്നു തീർക്കും, എനിക്ക് കുറച്ച് സാവകാശം വേണമെന്നുള്ളത്. എന്റെ അവസ്ഥ മനസ്സിലാക്കി അവരൊക്കെ എന്റെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഒരാളെ പേര് ഞാൻ എടുത്തു പറയില്ല. അവരൊക്കെ ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം ഹക്കല്ലാത്ത ഒരു പൈസ എടുത്തുകാണ്ട് ഓന് പോവില്ല എന്നുള്ളത്. കാരണം ഞാൻ ഇതുവരെ അധ്വാനിച്ചത് ഹലാലായിട്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക്, എന്റെ ഭാര്യക്ക് എല്ലാം തിന്നാൻ കൊടുത്തത് ഹലാലായിട്ട് തന്നെയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് ഹലാലായിട്ടുള്ള ശമ്പളമാണെന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം. കാരണം ഒരാളെ പറ്റിച്ചിട്ടൊരു പൈസ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മുമ്പ് പോകുന്ന ഒരാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ എന്നെ പറ്റിച്ചു പോയ ഒരാള് എന്റെ ലൈഫിൽ നിന്ന് മാറി നിന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, നല്ലതല്ലാത്ത ബന്ധങ്ങള് പടച്ചോൻ ചില സമയത്ത് മാറ്റി നിർത്തും. അങ്ങനെ ഞാൻ ആകെ പ്രയാസപ്പെട്ട് ആ കടത്തുനിന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട്, ആ കടത്തുനിന്ന് റീകവർ ആവാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെ ഡോറിന്റെ മുമ്പിലും പോയിട്ട് ഞാൻ മുട്ടിയിട്ടുണ്ട്. ഒന്ന് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കോ, എന്നെങ്കിലും സഹായിക്കോ എന്നുള്ളത്. ഒരാള് പോലും എന്നെ